പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പുരാൻ എന്ന് വിളിപ്പിക്കും. കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായത്. അല്ലാതെ ഒരു സമുദായ സംഘടനയോ ഒരു ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുടുംബം കുലീനത, കുടുംബസ്ത്രീ എന്നൊക്കെ പറയുന്ന രീതിയിൽപ്പെട്ടവർ വിളിച്ച മുദ്രാവാക്യമല്ല. ഒരു ദേശീയ പ്രസ്ഥാനം വിളിച്ച മുദ്രാവാക്യമാണ് നിങ്ങളെ ഞങ്ങൾ പാളയെ കഞ്ഞി കുടിപ്പിക്കുമെന്ന്. അതായത് ഈ കേരളത്തിലുള്ള ആളുകളെ ഭരണപരമായ ദേഷ്യം കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ ദരിദ്രരായ മനുഷ്യരെ ഞങ്ങൾ പാളയിൽ തന്നെ കഞ്ഞി കുടിപ്പിക്കും. പാളയിൽ കഞ്ഞി കുടിപ്പിക്കുന്നതിനെതിരായിട്ടാണല്ലോ ജന്മിത്വത്തിനെതിരായിട്ട് ഇവിടെ പ്രക്ഷോഭം നടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെച്ചപ്പെട്ടു വരികയൊക്കെ ചെയ്തത്. അതുകൊണ്ട് പാളയെ കഞ്ഞി കുടിപ്പിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചവർ ഇപ്പം ഇത് പറയുന്നതിൽ എന്താ തെറ്റ്? ഇവരുടെ പത്രമാണ്, UDFൻ്റെ മുഖപത്രമാണ് മലയാള മനോരമ. ഇവർ പറഞ്ഞത് ഇപ്പോൾ ഈ കണക്ക് പ്രസിദ്ധീകരിച്ചെന്നല്ലേ, 2022 മാർച്ച് മാസം 14 പത്രത്തിൻ്റെ എല്ലാം ഞാൻ വായിക്കുന്നില്ല. ആ പത്രം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പ് UDFൻ്റെ മുഖപത്രമായ കുപ്രസിദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ ജിഹോയായിട്ടുള്ള മലയാള മനോരമ ഈ സർവേ റിപ്പോർട്ട് മൊത്തം പുറത്തു വിട്ടു. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിന് സ്വന്തം പത്രമാണല്ലോ, അതിൻ്റെ വെറും കണക്ക് മാത്രം ഞാൻ വായിക്കുക. ആ കണക്കെല്ലാം പുറത്തു വന്നതാണ്. അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര, അതാർക്കും വേണ്ടല്ലോ ഇതിലെ നിങ്ങൾ അത് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ ഒരു പത്രം? ഇറങ്ങുന്നല്ലോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതീവ ദരിദ്ര, ഞാനതുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകളെ വീട്ടിൽ ഭീഷണിപ്പെടുത്തി വാങ്ങി വായിക്കാതെ ഒരു കാര്യം അദ്ദേഹം സംസാരിക്കട്ടെ. ദേശാഭിമാനി പത്രം അല്ല, PK ഗോപൻ അവരുടെ പത്രത്തെ ആക്ഷേപിക്കണ്ട, അതിപ്പോ ആരും വായിക്കുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ചോദിക്കണ്ട. പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സംസാരിക്കട്ടെ, ഞാൻ നിർത്തി. ശരി. അല്ല PK ഗോപൻ അവരുടെ പത്രമാണല്ലോ, അതൊരു മാധ്യമ സ്ഥാപനമാണ്. നേരത്തെ 2 കോടി വാങ്ങിയ പത്രമാണ് നിങ്ങൾ. പത്രമാണ് ആ പത്രമല്ല വീക്ഷണം. ശരി. അല്ല, PK ഗോപൻ ആ വീക്ഷണത്തോടുള്ള വിമർശനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു അത് വാല്യൂ ചെയ്യണമെന്ന് തോന്നുന്നു. താങ്കൾ അത് തുടരാം. ഇല്ല നിഷാദെ, ഇങ്ങനെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് താല്പര്യമില്ല. കാരണം സാധാരണഗതിയിൽ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ചില ഇടപെടൽ വരുന്നത്. ഇത് അദ്ദേഹം വളരെ വിശാലമായിട്ട് ആവേശം കൊണ്ട് സംസാരിച്ചു. എനിക്ക് ദേഷ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നില്ല, ഞാൻ ഇടപെട്ടില്ല. ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളെ ഇരുത്തി എങ്ങനെ ആ ചർച്ച മുമ്പോട്ട് പോകുന്നത്?